ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഈ വീഡിയോ ശരിക്കും ഞങ്ങൾ മാർച്ച് 31 ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത വീഡിയോ ആണ്. അതായത് തംബ്നെയിലിൽ കണ്ടപോലെ തന്നെ ഞങ്ങളുടെ ലവ് സ്റ്റോറി. കാരണം മാർച്ച് 31 ഞങ്ങളുടെ ലവ് ആനിവേഴ്സറി ഡേറ്റ് ആണ്. ഇവള് 2019 മാർച്ച് 31 എന്നെ പ്രപ്പോസ് ചെയ്തത്. എന്നെ പ്രപ്പോസ് ചെയ്തത് ഇത് ഒരു വീടിൻ്റെ അകത്ത് ഇരുന്ന് സംസാരിക്കാനുള്ള സെറ്റപ്പ് ആയിരുന്നു. ഇപ്പം ഞങ്ങൾ ഒരു ട്രിപ്പ് വന്നല്ലോ, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നല്ലൊരു ആംബിയൻസ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളിതാ ഇവിടെ നിന്ന് ഞങ്ങളുടെ ലവ് സ്റ്റോറി പറയാൻ കരുതി. യെസ്, അങ്ങനെ ഭയങ്കരമായ മറ്റേ മൊയ്തീൻ കാഞ്ചനമല്ല അങ്ങനെ ആ സീനൊന്നുമല്ല. നമ്മൾ നോർമൽ സാധാരണ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചു അല്ലെങ്കിൽ ഒരുപാട് സഹിച്ച അങ്ങനത്തെ ലവ് സ്റ്റോറി ഒന്നും കേട്ടോ. നോർമൽ ലവ് സ്റ്റോറി. സത്യം പറഞ്ഞാൽ ഇവളും ഞാനും ശരിക്കും പറഞ്ഞൊരു റിലേറ്റീവ്സാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായില്ല. അതായത് 2019 വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയുടെ പറഞ്ഞിട്ടില്ല, അമ്മയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ്റെ മോനാണ് ഈ നിൽക്കുന്ന കുട്ടി. അതെ, പക്ഷെ ഞങ്ങൾ ഇതുവരെ പരസ്പരം ചേച്ചിയുടെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും പുള്ളീനെ കണ്ടിട്ടില്ല. ഇവളെ ഞാൻ കണ്ടിട്ടില്ല. ഫോട്ടോയിൽ പോലും ഞാൻ ഇതുവരെ ഇവളെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ആ സമയത്താണ് ഞങ്ങളുടെ അമ്മേനെ അറിയായിരുന്നു. അമ്മേനെ കണ്ടിട്ടുണ്ട്, അങ്ങനെ പരിചയമില്ല. ചേട്ടയുടെ അമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട്. വെച്ചാൽ അമ്മൂച്ചിയുടെ കല്യാണം വിളിക്കാൻ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ അമ്മേനെ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൂച്ചേട്ടനെ കണ്ടൊരു ഓർമ്മയുണ്ട് എനിക്ക് ആ ഒരു ടൈമിൽ. ആണ് ഇവളുടെ അമ്മയച്ഛനും ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ഇങ്ങനെ ഇങ്ങനത്തൊരു മോളുണ്ടെന്നോ മോളെ ഇനി പരിചയപ്പെടുമെന്നോ ഭാവിയിൽ ഭാര്യയാവുന്നു ഒരു ഇതും ഉണ്ടായില്ല. പക്ഷേ ഒരു ഫാമിലി റിയൂണിയൻ ഉണ്ടായി ഞങ്ങൾക്ക്. അപ്പോഴാണ് ഇവള് യാദൃശികമായിട്ട് ഞാൻ കാണുന്നത്. സൈക്കാട്രി പോസ്റ്റിംഗ് കഴിഞ്ഞ് പിറ്റേ ദിവസം വന്ന് റെസ്റ്റ് എടുക്കണ്ട ഞാൻ. അതെ, പിറ്റേ ദിവസം ഞാൻ സാധാരണ ഇങ്ങനെ ബസ് യാത്ര വണ്ടിയൊക്കെ ഓടിച്ച ശേഷം പിന്നെ ബസ് യാത്ര പൊതുവെ കുറവാണ്. അപ്പോൾ ഞാൻ അന്നെന്തോ മറ്റേ ഒരു പഴയ ബോംബ് കത്ത സിനിമയുണ്ട്. ആ സിനിമയുടെ 100 ഡേ സെലിബ്രേഷൻ ഉണ്ടായി. അത് ഫെബ്രുവരി 2 ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 12-1 മണിയായി വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കും. അപ്പോൾ എനിക്ക് ലേറ്റായി. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേക്കും വണ്ടിയുടെ ടയർ പഞ്ചർ. അപ്പോൾ ഞാൻ പറഞ്ഞ പരിപാടിക്ക് വന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛനും പറഞ്ഞില്ല, വാ എന്തായാലും വന്നു എന്ന് പറഞ്ഞാൽ ഫാമിലി റിയൂണിയനാണ്. ഇവളും അതേപോലെ തന്നെ പിറ്റേ ദിവസം വന്നില്ല, തലേ ദിവസം പറഞ്ഞു വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ ഞാൻ എത്തിയുള്ളൂ, പോസ്റ്റിംഗ് കഴിഞ്ഞ് എത്തി. പിറ്റേ ദിവസമാണ് ഇത്. അപ്പം അമ്മ സത്യം ഞാനല്ല, അമ്മയാണ് പോണില്ല, കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പം അമ്മ പോണില്ല വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെ ചേട്ടനുണ്ട് വലിയ പുള്ളിക്കാരനാണ്, എടി പോയി അവൾ ഇത്ര ആയില്ലേ നിനക്ക് പോയിക്കൂടെ എന്നും പറയണ്ട. അങ്ങനെ എനിക്ക് വലിയച്ഛനെ വഴിയൊക്കെ പറഞ്ഞു തന്നത് ഇങ്ങനെ പോണം ബസ്സിന്. ആ സമയത്താണ് അമ്മയുടെ ബസ്സാന്ന്. അപ്പൊ ആ സമയത്താണ് ഞങ്ങള് പരസ്പരം കണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് അടിച്ചൊക്കെ നിൽക്കണം. അങ്ങനെ എൻ്റെ കസിൻസ് ഉണ്ടായി, പിന്നെ ഇവളുടെ കുറച്ച് കസിൻസ്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചുമ്മാ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഷൂ എന്ന് വെച്ച് എന്താ അതിന് പേരെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ശ്രീകേഷ്. എന്താണ്? ഞാൻ പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കണേ. ഓക്കെ. അപ്പം ഞാൻ തിരിച്ചും ചോദിച്ചതുപോലെ തന്നെ. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഫസ്റ്റ്. ഞാൻ ചേച്ചിന്നൊക്കെ വിളിക്കാൻ പോയതാണ്. ഞാൻ ആ സമയത്ത് കുറച്ച് കാഴ്ചയിൽ ഭയങ്കര പ്രായം തോന്നിക്കുന്നുണ്ടായി. പ്രായത്തിൽ മൂത്താന്ന് കരുതിയത്. അപ്പം ഞാൻ കരുതി ഇത്രയുള്ളതാ. ഓക്കെ, കഴിഞ്ഞ്. പിന്നെ അപ്പം ആ സമയത്ത് നമ്പർ വാങ്ങിച്ചിട്ടുണ്ടായി. നമ്പർ വാങ്ങിയ ശേഷം ഇത് അഭിരാമിയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന അഭിരാമി ഷൂട്ട് ഇറങ്ങി റിലീസ് എന്തോ കഴിഞ്ഞു തോന്നുന്നു. പിന്നെ 5 തീയതി ഫെബ്രുവരി 5 തീയതി അഭിരാമി റിലീസ്. 5 ഫെബ്രുവരി അങ്ങനെ സംസാരിച്ച് പിന്നെ അങ്ങ് ചാറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റെഗുലറായിട്ട് അങ്ങനെ ചാറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല കമ്പനിയാണ്, നല്ല ഫ്രണ്ട്സായി മാറി. ഫ്രണ്ട്സായി മാറിയപ്പോഴത്തേക്ക് ഇവള് ഹോസ്റ്റലിലായിരുന്നു നിന്നിരുന്നത്, ഐലൻഡിൽ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ഭയങ്കര ടേണിങ് പോയിന്റ് ഉണ്ടായത്. അപ്പം ഞാൻ എൻ്റെ 1-2 ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിട്ടാ, ആ കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ട്. ഫ്രണ്ട്സിൻ്റെ പേര് വെച്ചാൽ നൗറിൻ, ആരതി അവരോടൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഓക്കെ. അവർ വിട്ട് വെറുതെ പറഞ്ഞിരിക്കുമെന്ന് കരുതിയിട്ട്. പക്ഷേ മാർച്ച് 31 രാത്രി 11 മണിയായപ്പോൾ എന്നെ പ്രപ്പോസ് ചെയ്തു. പക്ഷെ ഞാൻ ആ സമയത്ത് എനിക്ക് കുറച്ച് പേടിയുണ്ടായി. കാര്യം പിറ്റേ ദിവസം ഏപ്രിൽ 1 ആയതുകൊണ്ട് രാവിലെ വിളിച്ചിട്ട് ഞാൻ ഫുള്ളാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ മുഞ്ചില്ലേ. അതുകൊണ്ടത്
ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ ഓക്കെ എന്നല്ല, ഞാൻ മെസ്സേജ് അയച്ചു ഓൺ ദി സ്പോട്ട് എനിക്ക് റിപ്ലൈ വന്നു. ഓൺ ദ സ്പോട്ട് ഒന്ന് റിപ്ലൈ ചെയ്തില്ല. പിറ്റേ ദിവസം നോക്കിയിട്ട് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് ഇവളോട് ഞാൻ മനസ്സിൽ മീൻസ് ഇത് ഞാൻ മനസ്സിൽ വെച്ചു, ഇവിടെ ഞാൻ പറയാതെ മീൻസ് അതായത് April 1 ഇതാണെന്ന് പറഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും എന്നെ ആ രീതിയിലാക്കി മാറ്റിയെടുത്ത് സംസാരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലാണ്ട് പിറ്റേ ദിവസം ഞാൻ ഓക്കെ പറഞ്ഞട്ടാ കാര്യം. പിറ്റേ ദിവസം ഓക്കെ പറഞ്ഞു. രാവിലെ ചോദിച്ചെന്ന് ഓർക്കണ്ട. ചേട്ടായിനോട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചേട്ടായിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടാന്ന് ചോദിച്ചു. അങ്ങനെ വെച്ചാൽ ഇങ്ങനെ ചേട്ടായി എന്താ ചേട്ടായിനോട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചേട്ടായിക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഇഷ്ടമുണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഈ ഒരു സംഭവമാണ് എന്റെ മനസ്സിൽ വന്നത് April 1 കാര്യം. പിറ്റേ ദിവസം സംസാരിച്ച് എന്നിട്ട് April 6 ഇവള് കൊച്ചിയിലേക്ക് വന്നു. നേരെ പോയത് കൊച്ചി ഇല്ല അത് നേരെ കൊച്ചിൻ കോളേജിൽ പോയി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ കുരേച്ചനടയിൽ പോയി അങ്ങനെ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ കഴിഞ്ഞപ്പോ ഓക്കെ. ഞാൻ അപ്പൊ തന്നെ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടാ ഇങ്ങനത്തെ ഒരു പ്രപ്പോസൽ വന്നു. എന്നെ പ്രപ്പോസ് ചെയ്തു ആ പ്രപ്പോസൽ. അപ്പോൾ ഒന്ന് ഇഷ്ടം എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. പിന്നെ ആരും അറിയാതെ ഇവളുടെ വീട്ടിൽ അറിയാതെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്റെ വീട്ടിൽ അറിയായിരുന്നു. പിന്നെ ഒരു അതെ എന്റെ കസിൻസ് എല്ലാവർക്കും അറിയായിരുന്നു. എന്റെ അച്ഛനും അമ്മക്കും ചേച്ചിക്കും എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ അല്ല അങ്ങനെ പോയിക്കൊണ്ടിരുന്നതല്ല വിഷയം. ഇവളുടെ ഹോസ്റ്റലിൽ ഫോണൊന്നും അലൗഡ് അല്ല. നീ ഇപ്പുറ സൈഡ് കൈവേന എടുക്കാം. ഫോണൊന്നും അലൗഡ് അല്ല. അങ്ങനെ സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇവരുടെ കുറച്ച് ഫ്രണ്ട്സിന്റെ കയ്യിൽ ഇങ്ങനെ കള്ള ഫോൺ ഉണ്ടായി, ചെറിയ ഫോൺ. അവരകത്ത് കയറ്റി അവരവരുടെ ലവേഴ്സിന് വിളിക്കാനുണ്ട്. അപ്പൊ അവളെ എന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ വിളിച്ച് വന്നപ്പോഴത്തേക്കും ഒരു ദിവസം ഫോൺ പൊക്കിയത് എങ്ങനെയാണ് ആ ഫോട്ടോ അതെന്താ സംഭവം ഞാൻ ഓർക്കുന്നില്ല. അന്ന് അറിഞ്ഞെന്ന് വെച്ചാ ഇവര് ഹോസ്റ്റലിന്റെ അകത്ത് ഫോട്ടോ എടുത്തെന്തോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും മിസ് കണ്ടങ്ങനെ പൊക്കിയെന്നായിരുന്നു. ഇവളുടെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ ഹോസ്റ്റലിൽ വിളിച്ചെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇവളുടെ അമ്മ കാര്യം മിസ്സുമാരൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് ഇവളും സമ്മതിച്ച്. അന്ന് പിന്നെ അവളുടെ അമ്മ പറഞ്ഞ് അവളെല്ലാം നിർത്തിയിട്ടാ, നീ നിർത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവളങ്ങനെ നല്ല കുട്ടിയെന്ന് പറഞ്ഞിട്ട് മിസ്സുമാര് കൊണ്ടെടുത്തിട്ട് ഇവളങ്ങനെ നിർത്തൂലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കൊരു എൻ്റെ ഒരു കസിൻ്റെ കല്യാണം അല്ലേ. ഫ്രണ്ട്സ് സംസാരത്തിൻ്റെ ഇടയ്ക്ക് ബാറ്ററി ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായി. ആ കസിൻ്റെ കല്യാണത്തിന് വെച്ചാണ് ഇവളുടെ കസിൻ ചേച്ചി. അപ്പോൾ ആ കല്യാണത്തിന് വെച്ചിട്ടാണ് ഇത് ഫാമിലി കംപ്ലീറ്റ് അറിഞ്ഞു. എല്ലാവരും അറിഞ്ഞു ഞങ്ങൾ തമ്മിൽ റിലേഷൻ ആണെന്നുള്ളത്. ഫുള്ള് അറിഞ്ഞു, എല്ലാവരും അറിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നിർത്തൂലെന്ന് പറഞ്ഞു. ഇവളും പറഞ്ഞു അങ്ങനെ നിർത്തൂലെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛൻ എന്നിട്ട് എന്താ പറഞ്ഞ എൻ്റെ അച്ഛൻ ചാച്ചൻ ഇവളുടെ അമ്മ എടുത്ത് എന്നിട്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ നടത്തും. അല്ല നടത്താം. ആ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പെർമിഷൻ കിട്ടിയ പോലെ. പിന്നെ അങ്ങോട്ട് ആരും നിർത്തുന്നു പറഞ്ഞ് ഫോഴ്സ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ല. നോർമലായിട്ട് ബിഹേവ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ നോക്കിയാൽ നിനക്ക് ഇപ്പം നിർത്താൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് നിനക്ക് ഇവനെ തന്നെ വേണം എന്ന് പറയുന്നതാണ്. അത് മതിയെന്ന് തന്നെ നിനക്ക് തോന്നണേണ് എന്നുണ്ടെങ്കിൽ നമുക്കപ്പം ആലോചിക്കാം. ഇപ്പൊ നീ പഠിക്കണല്ലേ എന്റെ വലിയ അതിനിടയ്ക്ക് രസം വെച്ചിങ്ങനെ നിങ്ങൾ ഒരു വർഷത്തേക്ക് കാണാതിരുന്നു നോക്ക്. അങ്ങനെ തൈറ്റൊക്കെ അപ്പൊ മറന്നു പോകുന്നൊക്കെ. എന്നിട്ട് വിളിക്കണം നമുക്ക് ഒരു വർഷം കാണാതിരിക്കാം. ഒരാഴ്ച കഴിഞ്ഞിരുന്നു. അപ്പൊ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ ഓക്കെ ആയി, പിന്നെ സെറ്റായി. പിന്നെ ഒരു 2020 ഈ 19 കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം സെറ്റായി. ആ ഒരു വർഷത്തിനുള്ളിൽ എല്ലാം സെറ്റായി. എല്ലാവരും അറിയാൻ ആരുമില്ല. 20 ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും അറിഞ്ഞു. പിന്നെ ഒരു വിധം എല്ലാവരും അറിഞ്ഞ ശേഷം പിന്നെ 21 ഞാൻ പാസ് ഔട്ടായി. പിന്നെ ജോലിക്ക് കയറി. അപ്പൊ പിന്നെ എല്ലാവർക്കും ഉറപ്പായി ഇനി വേറെ വേറെ ഒരു അതിനിടയിലും എനിക്ക് വേറെ കുറെ ആലോചനകൾ എന്റെ കസിൻസും അവരോടൊന്നും പിന്നെ എനിക്കും ആ സമയത്ത് ജോലി കിട്ടി. അത് പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ പോയി. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞൊരു കാര്യം വെച്ചാല് എന്റെ അച്ഛന്റെ ഫാമിലി എന്ന് പറഞ്ഞത് സിനിമയായിട്ട് നടന്നാൽ എന്താ കിട്ടുക, അങ്ങനെ ഒരു ചോദ്യം. ജോലി ഇല്ലല്ലോ.
ഇപ്പൊ ജോലി ആവുകയാണെങ്കിൽ നോക്കാം എന്നുള്ള രീതി. അപ്പൊ പിന്നെ ശ്രീകൃഷ്ണൻ എന്തേലും ഒരു ജോലി കണ്ടുപിടിക്ക്. അപ്പോൾ ഡയലോഗ് അടിച്ച ജോലി കല്യാണം കഴിഞ്ഞിട്ട് നിർത്തും വീട്ടിൽ. ഇല്ല ഇപ്പൊ നോർമൽ ജോലിക്ക് കയറാതെ എനിക്കും ആവശ്യമായിരുന്നു വീട്ടിലെ സിറ്റുവേഷനൊക്കെ. കാരണം നമ്മൾ സിനിമ നമുക്കൊരു ഇൻകം ഉണ്ടാവുന്നവരെ നമുക്ക് എപ്പോഴും സ്ട്രഗ്ലിങ് സ്റ്റേജ് തന്നെയാണ്. അപ്പോൾ ജോലിക്ക് കയറി പിന്നെ സേഫായിട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഓക്കെ, പിന്നെ ഇവളെ കെട്ടിയാലും നമുക്ക് രണ്ട് കാലം നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലായപ്പോഴത്തേക്കും. പക്ഷെ എന്നാലും ഇവളുടെ വീട്ടിൽ പെട്ടെന്ന് നിർബന്ധം ഉണ്ടായി. അങ്ങനെ നിന്ന് ഇപ്പോൾ ഏകദേശം 2024 ഓഗസ്റ്റ് 18 കല്യാണം കഴിഞ്ഞു. അതെ, 2023 തൊട്ട് ചർച്ച തുടങ്ങിയതാണ്. അതെ, 2023 ഉറപ്പിച്ചു വെച്ചു. അതും ഇങ്ങനെ തള്ളി ഞങ്ങൾ മാക്സിമം തള്ളി നിൽക്കാൻ നോക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് വേഗം ഈ ചിങ്ങത്തിന് മുമ്പ് നടത്തണം എന്നുവെച്ചാൽ കുറേ കുറച്ച് ചെറിയ ട്രാജഡീസ് എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പേടി ഒക്കെ ആയി. വേഗം നടത്തണം, വേഗം സേഫ്, ആ ഒരു ചിന്ത നമ്മുടെ പണ്ടുള്ളവരുടെ ചിന്തയായിരുന്നു. ആ ഒരു ചിന്തയായപ്പോഴത്തേക്കും അവർക്ക് അടുത്ത ചിങ്ങത്തിന് മുമ്പ് നടത്തണം. അങ്ങനെ പറഞ്ഞു പിന്നെ ചിങ്ങത്തിന് മുന്നേ നടന്നു. ഇപ്പം പ്രഗ്നൻ്റ് ആയി, അത് 6 മാസമായി. ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ പോണു. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു, ശ്രീകേഷ് എങ്ങനെയായിരിക്കും ഇവൻ എൻ്റെ ഫാമിലിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും കുഴപ്പമില്ല, എല്ലാവരുമായിട്ട് കമ്പനി അടിച്ച് പോകുന്നുണ്ടല്ലേ. കസിൻസ് ആയിട്ടാണെങ്കിലും എൻ്റെ ചേച്ചിമാരൊക്കെ ആയിട്ടാണെങ്കിലും വല്യമാർക്കും ഒക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ വലിയ ഇഷ്യൂ ഒന്നും ഇല്ലാതെ പോകണം. അപ്പോൾ ഈ ഒരു ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ മീൻസ് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ലവ് സ്റ്റോറി, ഞങ്ങളുടെ ഇങ്ങനെ മീറ്റ് ചെയ്തു, ഞങ്ങളുടെ മാരേജ്, ആ സ്റ്റോറികളൊന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ഡേറ്റ് എന്ന് വെച്ചാൽ മാർച്ച് 31. പക്ഷേ ഇവൾക്ക് ഡ്യൂട്ടിയുടെ എന്തോ ഒരു ഡേറ്റ് മിസ് മാച്ച് വന്നുകൊണ്ടാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ അങ്ങോട്ട് ഇരുന്ന് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാനോർത്ത് എന്തായാലും ഞങ്ങൾ ട്രിപ്പ് വന്നപ്പോഴത്തേക്കും നല്ലൊരു ആംബിയൻസിൽ ഇവിടെ സംസാരിക്കാൻ തുടങ്ങി. അതെ, ഈ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കരുതി എന്നാൽ ഇത് ബാക്ക്ഗ്രൗണ്ട് വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു ചെറിയ വലിയ ലവ് സ്റ്റോറി. വേറെ ഇഷ്യൂ ഒന്നുമില്ല, ഇതൊരു കുഴപ്പമില്ലാതെ പോകണം. ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം, അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതാണ് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. ഞങ്ങൾക്ക് വേണം. മുന്നോട്ട് വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ധാരാളം വീഡിയോസ് വരും. ഞങ്ങളുടെ പാഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് വെച്ചാൽ സിനിമ, ഇപ്പോൾ ഫോട്ടോഗ്രാഫി, അങ്ങനെയൊക്കെ. ഇവളും ആണെങ്കിലും നഴ്സിംഗ് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൾക്ക് ഇങ്ങനെ കൂടുതലും ട്രാവൽ ചെയ്യാനും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ. ആ കാര്യത്തിൽ അങ്ങ് മാച്ചാണ്. ഇപ്പോൾ ഈ സമയത്തൊക്കെ സിനിമ നല്ലൊരു താല്പര്യം കുറവ്, അല്ലെങ്കിൽ എല്ലാ സിനിമ കാണാനും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ട്രാവൽ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ റിലേഷൻ ടൈമിലാണെങ്കിലും ഞങ്ങൾ ഏഴാറ്റൂക്കത്തൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ ഞങ്ങൾ പോവാറുണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാം വീട്ടിൽ പറയാതൊക്കെ പോവാറുണ്ടായി. ഇപ്പം എന്തായാലും എല്ലാം കഴിഞ്ഞ് സുഖമായി സ്വസ്ഥമായി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇനിയും തുടർന്ന് ഞങ്ങളുടെ വീഡിയോസ് വരും, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇത് ഞങ്ങളുടെ ഡെലിവറിക്ക് മുന്നത്തെ ഒരു ട്രിപ്പ് ഇടയ്ക്ക് ഷൂട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്. ഓക്കെ, ബൈ.